അസ്ഥിമാല ഉണ്ടാക്കുക എന്ന ജോലിയാണ്. അതായത് ഈ പേപ്പർ കട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് കുനുകുന കട്ട് ചെയ്ത് ഗരുഡൻ പയറ്റുന്ന സമയത്ത് നമ്മളത് മേലോട്ടെറിയും. അപ്പോൾ അത് പറന്ന് വീഴും. അതായത് ദാരികൻ്റെ വധത്തിന് ശേഷം ദേവി കോപം അടങ്ങാതെ നിന്നപ്പോൾ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ ഒരു ഡാൻസ് കളിക്കുന്നു. അത് ദേവിയുടെ മുമ്പിൽ വന്ന് കലി അടങ്ങാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് ചുറ്റും കൊതുകുകൾ വട്ടമിട്ട് പറക്കും. അപ്പോൾ ആ കൊതുകിന് പകരമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഗരുഡൻ്റെ അസ്ഥിമാലയ്ക്ക് വേണ്ടി നാടൻ മാവ് വെട്ടി പച്ചയ്ക്ക് വെട്ടി അത് നമ്മൾ ചിന്തയിലിട്ട് ആ പേപ്പർ സൈഡിലാക്കി എടുക്കുന്നു. അതാണ് ഇത് കൂട്ടിക്കെട്ടി അസ്ഥിമാല ഉണ്ടാക്കിയെടുക്കും ഗരുഡന് മാലയായിട്ടിടാൻ വേണ്ടി. ഇത് കുറച്ച് പ്രയത്നിക്കുന്ന പണിയാണ്. കാരണം ഒരേ ഷേപ്പിൽ അത് റോൾ പോലെ ഉരുട്ടിയെടുത്ത് ഒരു വാരിക്കോട്ട ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഞങ്ങൾ കുറച്ച് പേർ, ഞങ്ങൾക്കാണ് ഇതിൻ്റെ അവകാശം, കണശലങ്കരയിൽ ചെയ്യാനുള്ള അവകാശമുള്ളത്. ഇതാണ് ഇതിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത്. പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ നേരെ തൂക്കച്ചാടി പോയിട്ട് അവിടെ വടം കെട്ടുക എന്നൊരു ചടങ്ങുണ്ട്. അതായത് ഇത് ചാട് വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ വലിയ വടം, ഇതാണ് തൂക്കച്ചാടിൻ്റെ അടിയിൽ വടം ഇട്ട് കെട്ടുന്ന ജോലിയാണ് പുരോഗമിക്കുന്നത്. അത് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. തൂക്കച്ചാട് അലങ്കരിക്കാനുള്ള കാര്യങ്ങളും ചെയ്ത് നടക്കുന്നുണ്ട്. ഇതൊരു സൈസിൽ കപ്പലിൽ കെട്ടുന്ന വടമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം അത്ര സ്ട്രോങ് വേണം. ഇത്രയും വലിയ ചാടിൽ ഇങ്ങനെയാണ് കണ്ട വട്ടം ക്രോസ് കെട്ടി അതിൽ പിണിക്കയർ ക്രോസ് കെട്ടും. എന്നിട്ട് ചക്കര കയറിട്ട് വീണ്ടും വട്ടം കെട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതാണ് ഇപ്പോൾ ക്രോസ് കെട്ടുന്നതാണത്. അത് വലിച്ചു മുറുക്കി കെട്ടണത്. ഇടയ്ക്കൂടെ ഇച്ചിരി പ്രയത്നമുള്ള വഴിയാണിത്. പക്ഷെ എന്നാലും വർഷത്തിലൊരിക്കലായതുകൊണ്ട് നമ്മൾ അത് ഭംഗിയായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ജോലി. ഇത് കഴിഞ്ഞിട്ട് കുരുത്തോല കെട്ടി അത് വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. ദേവീശം